ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇടിച്ച വണ്ടി കണ്ടല്ലോ, എത്തിയോസ് ഉണ്ടോ? ലെഫ്റ്റ് സൈഡ് ഫുള്ള് പോയി എയർ ബാഗ് പൊട്ടി കണ്ടല്ലോ, കണ്ടോ? 2 എയർ ബാഗ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടിക്കാനുള്ള കാരണം അത് ജസ്റ്റ് അങ്ങോട്ട് പോയി ഇടിച്ചാണ്. അത് വണ്ടി തമ്മിൽ ഇടിച്ചല്ല. അപ്പോൾ എത്തിയോസിൽ ഒന്ന് സൂക്ഷിച്ചോ. ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ. ഇടിക്കാനൊരു മെയിൻ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. റൈറ്റ് സൈഡ് വലിയ കുഴപ്പമില്ല. ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. 2 എയർ ബാഗ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്തിയോസിൻ്റെ മെയിൻ പ്രശ്നമാണ്. അപ്പോൾ 2 വണ്ടി കംപ്ലൈൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഇത് ഒരു വണ്ടി തന്നെ വേറെ ഒരാൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതേപോലെ 2 വണ്ടിക്ക് നമുക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു വണ്ടി ഇത് അടക്കണം. ഇത് ആക്സിലേറ്റർ പെഡൽ സ്റ്റക്കായിട്ട് വണ്ടി പോയി ഇടിച്ചാണ്ടോ. അത് കൺട്രോൾ കിട്ടാതെ വണ്ടി പോയി ഇടിച്ചാണ്. അത് ആ ഒരു ആക്സിലേറ്റർ പെഡൽ ഓവറായിട്ട് റേസിങ് പിന്നെ പാനിക്കാമല്ലോ. ആ സമയത്ത് എന്താ ചെയ്യേണ്ടില്ല ഒരവസ്ഥ എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് അറിയില്ല. അങ്ങനെ പോയി ഇടിച്ചാണ്. അപ്പോൾ ആക്സിലേറ്റർ പെഡൽ സ്റ്റക്കാവില്ല കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കാണിച്ചു കേട്ടോ. വണ്ടീൻ്റെ അവസ്ഥ ഒരു ഏകദേശം ഇതിന് അല്ല ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഇൻഷുറൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷുറൻസ് ഇല്ലാത്ത നിങ്ങളുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക. തേർഡ് പാർട്ടി ഇൻഷുറൻസ് കൊണ്ട് കാര്യമില്ല. മിനിമം ഒരു ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആയാലും എടുത്ത് വെക്കട്ടോ. ബമ്പർ ടു ബമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. എത്ര കാലം കിട്ടുകയെന്ന് വെച്ചാൽ അത്ര കാലം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇതേപോലെ തട്ട് കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് എല്ലാ എമൗണ്ട് പോകില്ല. ചില തേർഡ് പാർട്ടി ഇൻഷുറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പോലീസിനെ കണ്ടു കഴിഞ്ഞാൽ ഫൈനടക്കാർക്കെല്ലാം ഒരു ഇത് മാത്രമേ ഉള്ളൂ. തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മളെ വണ്ടിക്ക് കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ കിട്ടാന്നുണ്ടെങ്കിൽ കേസും കാര്യങ്ങളൊക്കെ പോകേണ്ടി വരും. അപ്പോൾ എപ്പോഴും ഇൻഷുറൻസ് പക്കയാക്കുക. അത് റിന്യൂവൽ ആവുന്നുണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വേറെ വണ്ടി വന്നിട്ടുണ്ട്. അതായത് 3 വർഷമായിട്ടുള്ള വണ്ടി മഹേന്ദ്ര XUV 400 അത് ഇടിച്ചിട്ട് 3 വർഷമായിട്ട് വണ്ടി എടുത്തിട്ടുള്ളൂ. എൻ്റെ ഇൻഷുറൻസ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് തീർന്നു. ഇപ്പോൾ നേരെ തേർഡ് പാർട്ടിക്കാണ്. കസ്റ്റമർക്ക് ഒന്നും കിട്ടില്ല. അത് പുതുക്കാൻ ഇട്ടുകൊണ്ട് ഒന്നും കിട്ടില്ല. കയ്യിൽ നിന്ന് എടുത്ത് ചിലവാക്കണം. അപ്പോൾ ഇൻഷുറൻസ് പ്രത്യേകം ശ്രദ്ധിക്കാൻ. കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കിട്ടണവരെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് തന്നെ എടുത്തു വെക്കട്ടോ. തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ കാര്യമില്ല. അത് ഏത് വണ്ടിയായാലും കൂടെ ബൈക്കായിക്കൂടെ എന്തായാലും ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തേക്കുക. അപ്പം ഇനി നമുക്ക് ഈ വണ്ടിയിലേക്ക് വരാം. അപ്പോൾ എത്തിയോസുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആക്സിലേറ്റർ പെട്രോൾ കിട്ടും. ആക്സിലേറ്റർ പെഡൽ സ്റ്റക്ക് ആവേണ്ട കംപ്ലയിൻറ്റ് ഉണ്ട്. ഇപ്പോൾ 2 വണ്ടി ഇടിച്ചിട്ടുള്ള കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ഒരു വണ്ടി നമ്മളെ ഷോപ്പിലുണ്ട്. പിന്നെ വേറൊരു സ്ഥലത്ത് ഇതേപോലെ ആക്സിലേറ്റർ പെഡൽ സ്റ്റക്കായിട്ട്. അപ്പോൾ ഇനി വേറെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ കാണിച്ചു തരാം പെഡൽ എങ്ങനെ സ്റ്റക്ക് ആവണം. അപ്പോൾ ഇതേപോലെയൊക്കെ മാറ്റ്, അതായത് 3D 7D 5D എന്നൊക്കെ പറഞ്ഞ മാറ്റ് ഇടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ആക്സിലേറ്റർ പെഡൽ സ്റ്റക്കായത് ഇതുണ്ടോ. ഈ പെഡലിന് ഇവിടെ ഒരു ഉണ്ടോ, ഇവിടെ സ്റ്റോപ്പർ പോലത്തെ സംഭവമുണ്ട്. ഇതിങ്ങനെ നമ്മൾ ചവിട്ടി ഇവിടെ ഒരു ഹോളായിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതുണ്ടോ, ഒരു ഹോളായിട്ടുണ്ട്. ഇതേപോലെ ഹോള് കണ്ടോ ഇവിടെയും പോയിട്ടുണ്ട്. മാറ്റിൻ്റെ ഉള്ളിലേക്കും പോയിട്ടുണ്ട്. ഇതിങ്ങനെ ചവിട്ടി ഇവിടെ. അപ്പോൾ നമ്മൾ പോണ സമയത്ത് ചവിട്ടി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഈ മാറ്റിൻ്റെ ഉള്ളിൽ കയറി സ്റ്റക്കാവും. പിന്നെ റിട്ടേൺ പോയില്ല ചിലപ്പോൾ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി സ്റ്റക്കായതാണ്. അങ്ങനെ കൺട്രോളില്ലാതെ പോയി ഇടിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രൈവർ സൈഡ് മാറ്റ് ഇടുന്ന സമയത്ത് ചില വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണ ഒരു വണ്ടിക്ക് ഒരു മാറ്റ് ഇടാൻ പറ്റുള്ളൂ. അത് ചില ആൾക്കാരാണ് 4 മാറ്റൊക്കെ ഇട്ടുന്നതാണ്. അങ്ങനെ ഒരിക്കലും ചെയ്ത് അത് നിങ്ങൾ അപ്പുറത്തോ ഇടുക. ഡ്രൈവർ സൈഡിൽ ഒന്നും ചെയ്ത് ഒരു മാറ്റ്, മാക്സിമം ഒരു മാറ്റ്. ആ മാറ്റ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആക്സിലേറ്റർ പെഡലിൻ്റെ അവിടെ ഇങ്ങനെ കവർ ചെയ്ത് പോകരുത്. എല്ലാ വണ്ടി വരുമ്പോൾ എല്ലാം മാറ്റിന് ശരിക്കും ഇങ്ങനെ കർവ് കട്ടിങ് ഉണ്ടാകും. അതായത് ഡ്രൈവർ സൈഡ് മാറ്റ് ഇങ്ങനെ കർവ് കട്ടിങ് ആകും. ഈ ആക്സിലേറ്റർ പെഡലിൻ്റെ അവിടെ ഒന്നും പാടില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഫുള്ള് കവറിങ് ആണ്. ഓൾറെഡി ഇവിടെ വേറെ മാറ്റ് ഇട്ടുണ്ടോ, ഇങ്ങനെ ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറമെ പിന്നെ ഇങ്ങനെ ഒരു മാറ്റ് ഇട്ടുണ്ട്. ഇങ്ങനത്തെ ഇതാ ഈ ഒരു മാറ്റ് ഇട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മാറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഈ മാറ്റിൽ തന്നെ ചവിട്ടി ഹോളായി പോയിട്ടുണ്ട്. ഓൾറെഡി ചവിട്ടി ഹോളായി പോയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു സ്റ്റോപ്പർ ഉണ്ട്. ആ സ്റ്റോപ്പർ തട്ടി ആയതുകൊണ്ടോ. ഇത് എത്തിയോസിനുള്ള കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 4-5 മാറ്റ് ഒരിക്കലും ഇടരുത്. ഈ ജാതി മാറ്റൊക്കെ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ടിങ് ഇല്ലാണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ കട്ടിങ് ഇല്ല മാറ്റ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാണ്ടെങ്കിൽ ഈ സാധനം പോയിട്ട് സ്റ്റക്കായിട്ട് വണ്ടി വേറെ ഏതെങ്കിലും പോയി വണ്ടി ഇടിച്ച് നിൽക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. രണ്ട് എയർ ബാഗും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ അവസ്ഥ ഉണ്ടോ, ബമ്പറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ബമ്പറിൻ്റെ എല്ലാ കാര്യങ്ങളും പോയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഈ ക്രോസൊക്കെ ഈ ഭാഗത്താണ്, ലെഫ്റ്റ് സൈഡ് ഭാഗത്താണ് ഭയങ്കര ഇടി വന്നിട്ടുണ്ടോ. ഇവിടെ ചേസൊക്കെ ബെൻഡായിട്ട്, ചേസ് ബെൻഡായിട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ സാധനം കണ്ടോ, ഇത് ഇങ്ങോട്ട് ബെൻഡായി പോയിട്ടുണ്ട്. ഹെഡ് ലാമ്പ് പൊട്ടിയിട്ടുണ്ട്. പിന്നെന്താ ഇവിടുത്തെ
ക്രോസും കാര്യങ്ങളൊക്കെ ഒക്കെ ബെൻഡായിട്ടുണ്ട്. പിന്നെ വൈപ്പർ ടാങ്കും ബെൻഡായിട്ടുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ അസംബ്ലി കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. കണ്ടൻസറിൻ്റെയും ഇൻ്റർകൂളറിൻ്റെ അവിടേക്ക് വല്ലാതെ പരിക്ക് വന്നിട്ടില്ല. പിന്നെ ഉള്ള മെയിൻ പരിക്ക് ഇതാ അലോയ് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അലോയ് പൊട്ടിപ്പോയിട്ടുണ്ട്, നെക്കട് പൊട്ടിപ്പോയിട്ടുണ്ട്, എന്താ ആക്സിൽ പൊട്ടിപ്പോകുന്നുണ്ട്, ലോവർ ആം ബെൻഡായി അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നല്ല ബെൻഡ് ഉണ്ട് കേട്ടോ, ചേസിൻ്റെ അപ്പുറം ബെൻഡ് ഉണ്ട്. ഗിയർ ബോക്സിനും കാര്യങ്ങൾക്കൊന്നും വല്ലാതെ പരിക്കില്ല, അങ്ങോട്ടൊന്നും വല്ലാൻ പറ്റില്ല. മെയിൻ ഇതാ നെക്കട് പൊട്ടിയിട്ടുണ്ട്, അലോയ് പൊട്ടിയിട്ടുണ്ട്, കാലിപ്പറിൻ്റെ ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട്. പിന്നെ അതാ അടുത്ത ഫെൻഡർ, ഡോറ് പോയിട്ടുണ്ട്, മെയിൻ ഗ്ലാസ് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചുളി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചുളി വന്നിട്ടുണ്ട്, ഇതാ ഇവിടെ ചുളി വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എത്തിയോസില്ലോരും. ബാക്കിയുള്ള വണ്ടികളും പ്രത്യേകം ശ്രദ്ധിക്കുക. 4-5 മാറ്റും കാര്യങ്ങളൊന്നും ഇടരുത്. ജസ്റ്റ് ഒരു മാറ്റ്, ആ മാറ്റ് ആക്സിലേറ്ററിൻ്റെ അവിടെ കട്ടിങ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ ഇടണം. ചില വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ. നമുക്ക് വേറെ വണ്ടി ടെസ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ ആക്സിലേറ്റർ സ്റ്റക്ക് ആയിട്ടുണ്ട് കേട്ടോ. അത് മാറ്റിൻ്റെ ഇടയിൽ കയറിയിട്ട് വണ്ടി സ്റ്റക്ക് ആയിട്ടുണ്ട്.